ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഇഫ്താർ റെസിപ്പി നോമ്പ് കഞ്ഞിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ളൊരു നോമ്പ് കഞ്ഞിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ നോമ്പിൻ്റെ വിഭവങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് നമ്മുടെ നോമ്പ് കഞ്ഞി. അപ്പോൾ നമ്മുടെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ മാറുന്നതിന് വേണ്ടി പണ്ടേ കഴിച്ചു വരുന്ന ഒരു കഞ്ഞിയാണ് നമ്മുടെ നോമ്പ് കഞ്ഞി. അപ്പോൾ വളരെ ടേസ്റ്റിയായി നമുക്കതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. നമ്മുടെ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പൊടിയരിയാണ്. കുറച്ച് പൊടിയരി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ അരി ഇവിടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കറിൽ വെച്ച വെള്ളവും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കൊച്ചുള്ളിയാണ്. 2-3 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2-3 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്കിത് കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ കേൾപ്പിച്ച് നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കഞ്ഞിയിൽ വേണ്ടിയുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇവിടെ എടുത്തിട്ടുണ്ട്. തേങ്ങയിലേക്ക് നമുക്കൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ചുക്കും അതുപോലെ തന്നെ ജീരകവും പൊടിച്ചതാണ്. അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും ഒരു തിക്നെസ്സിൻ്റെ ആവശ്യമില്ല, കുറച്ച് വെള്ളം കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടിതൊന്ന് തിളച്ച് വരണം. അപ്പോൾ നമ്മുടെ കഞ്ഞി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പ് കഞ്ഞിയാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിളച്ചൊന്ന് കുറുക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പ് കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.